ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുതുരുത്തിയുടെ സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കൃതിയുടെ മഴയുത്സവത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കിന്നറിയാം. മഴയുത്സവം ഉദ്ഘാടനം നടത്തിയത് ഞങ്ങളുടെ MLA ആയ ശ്രീ UR പ്രദീപ് സാറും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ ഷെയ്ഖ് അബ്ദുൾ ഖാദർ സാറുമാണ്. അതുപോലെ ശ്രീ ബാബു സാർ, ശ്രീ ബർജിലാൽ മാഷ്, ശ്രീ ഗോപി, അങ്ങനെ നിരവധി ആളുകൾ ഇത് മേൽനോട്ടം നടത്തുന്നുണ്ട് കേട്ടോ. മഴയുത്സവത്തിൽ ആദ്യത്തെ പ്രോഗ്രാമായിട്ടുണ്ടായിരുന്നത് ശ്രീ സുധീർ മുള്ളൂർക്കര അവതരിപ്പിച്ച പുള്ളുവം പാട്ടാണ്. രണ്ടാമത്തെ സെക്ഷനായിട്ടുണ്ടായിരുന്നത് പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശ്രീ ദീപ് ഡോക്ടറിൻ്റെ മഴക്കാല ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അത് ഈ കോവിഡിന്റെ ഒക്കെ കാലത്ത് നല്ല ഗവേഷണങ്ങൾ അതിന്റെ കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപരാജിത ധൂപം എന്നുള്ളത് അത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഗുഗ്ഗുലു, കരിഞ്ജീരകം, കടുക്, വെള്ളുള്ളി, ആര്യവേപ്പില, മഞ്ഞൾ ഇതിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. വീട്ടില് കുന്തിരിക്കോ അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പുകയ്ക്കൽ. അടുത്ത പ്രോഗ്രാം ശ്രീ മുരളീധരൻ സാറിൻ്റെ വയലിനിലുള്ള സോളോ പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് പഴയ പാട്ടുകളൊക്കെ അദ്ദേഹം അതിൽ അവതരിപ്പിച്ചു. കലാമണ്ഡലത്തിൽ മഴയുത്സവത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി സ്കൂളിൽ നിന്ന് റിട്ടയറായ മീര ടീച്ചറിൻ്റെ ചിത്രപ്രദർശനവും അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മറ്റൊരു വിശേഷം ഉണ്ടായിരുന്നത് ജൽ വരകൾ എന്നൊരു പ്രത്യേകതരം ചിത്രപ്രദർശനം തന്നെ ഉണ്ടായിരുന്നു. സുബിൻ ചെറുതുരുത്തിയാണ് അത് വരച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ജൽ വരകളുടെ പ്രദർശനം നടന്നിട്ടുണ്ടാവുക. ഈ മഴയുത്സവം 2017 മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇത്രയും കോരിച്ചൊരിയുന്ന മഴയത്തും ഒരുപാട് ആളുകൾ അവിടെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത വർഷത്തെ മഴയുത്സവത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. എല്ലാവരും വരണം. ഒരിക്കലും വന്നു കഴിഞ്ഞാൽ അതൊരു നഷ്ടമാവില്ല. അതുപോലെ നല്ലൊരു അനുഭവമാണ്. പാട്ടും കവിതയും എല്ലാമായിട്ട് നമുക്കവിടെ കൂടാം. അടുത്ത പ്രോഗ്രാമായിട്ടുണ്ടായിരുന്നത് കലാമണ്ഡലം ശ്രീനാഥ് ആൻഡ് ടീം അവതരിപ്പിച്ച വാദ്യസമന്വയമാണ്. ഇവരെല്ലാവരും കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ് കേട്ടോ. അടുത്ത സെക്ഷൻ ഉണ്ടായിരുന്നത് ശ്രീ PN ഗോപികൃഷ്ണൻ സാറിൻ്റെ മഴയും കവിതയും എന്ന വിഷയത്തെക്കുറിച്ചൊരു ചർച്ചയായിരുന്നു കേട്ടോ. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഐറ്റം. നല്ല ചൂട് കഞ്ഞിയും പ്ലാവില സ്പൂണും പിന്നെ അതുപോലെ കായും ചേനയൊക്കെ ഇട്ട പുഴുക്ക്, പിന്നെ നല്ല ചമ്മന്തി, നല്ല അടിപൊളി വൈബ്. പുറത്താണെങ്കിൽ നല്ല മഴയും നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ വന്ന എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു. അതവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൗനം പറന്നു പറന്നു പാടാൻ മറന്നൊരു പാട്ടിലെത്തി. ഉച്ചയ്ക്ക് ശേഷം ഷൊർണൂർ ചുടുവാലത്തൂരുള്ള ജനഭേരിയുടെ മഴപ്പാട്ട് എന്നൊരു സെക്ഷനായിരുന്നു കേട്ടോ. നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ അവരവിടെ നിന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് കേരള കലാമണ്ഡലത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്യമാണ് കേട്ടോ.
ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണില്ലേ വരാതിരുന്ന നഷ്ടമായി എന്നുള്ളത്? അടുത്ത വർഷത്തെ മഴയോത്സവത്തിന് ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരെയും ക്ഷണിക്കുക കേട്ടോ. എല്ലാവരും വരണം. അവസാനമായി ശ്രീ ശ്യാംറജി അവതരിപ്പിച്ച ടൈഗർ സൈബീരിയൻ ഹസ്കി എന്ന ഏകാംഗ നാടകം ഉണ്ടായിരുന്നു. ഓ, അത് അതിലും സൂപ്പറായിരുന്നു കേട്ടോ. Good. Tiger, jump. Jump. Good boy. Tiger, lay down. Lay down. Lay down. Ah. Tiger. Tiger. അവസാനം ഞങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്ത് പോയി പ്രതിജ്ഞയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു.